കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ശശി തരൂർ സൂപ്പർ BJP-കാരനെന്ന് വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നതിനെ തുടർന്ന് തരൂരിന്റെ നിലപാട് ദേശാഭിമാനപരമെന്ന് സ്വാഗതം ചെയ്ത് BJP നേതാക്കളും രംഗത്ത് വന്നിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നടത്തിയ പ്രസ്താവനയെ വിമർശിച്ചാണ് കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് തരൂർ ഒരു സൂപ്പർ BJP-കാരനാകുവാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചത്. ശശി തരൂർ BJP-യുടെ വക്താവായി മാറിയോ എന്നും സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം അമേരിക്കയിൽ ഏത് ഭീകരാക്രമണമാണ് നടന്നതെന്നും പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ചുള്ള BJP സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് തരൂർ ചോദ്യം ഉന്നയിക്കണമെന്നും ഉദിത് രാജ് ആവശ്യപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും എന്നാൽ അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതെന്നുമാണ് ശശി തരൂർ പറഞ്ഞത്. തീർച്ചയായും കുറ്റമറ്റ ഇന്റലിജൻസ് സംവിധാനമെന്നൊന്നില്ല, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതേപ്പറ്റി ചർച്ച ചെയ്യുന്നതിനു പകരം ശക്തമായ നടപടികളാണ് ഇപ്പോൾ വേണ്ടതെന്നും തരൂർ അഭിപ്രായപ്പെട്ടിരുന്നു. ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിനുണ്ടായ ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു തരൂരിന്റെ വിശദീകരണം. പഹൽഗാം ആക്രമണത്തിന് കാരണം ഗുരുതര ഇന്റലിജൻസ് സുരക്ഷാ വീഴ്ചകളാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് BJP-ക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനം കടുപ്പിക്കുമ്പോഴാണ് ശശി തരൂർ വേറിട്ട നിലപാട് പ്രകടിപ്പിച്ചത്. ശശി തരൂരിന്റെ നിലപാടുകളെ കോൺഗ്രസ് നേതാക്കൾ തന്നെ വിമർശിക്കുന്ന ഈ സാഹചര്യത്തിലാണ് പഹൽഗാം ഭീകരാക്രമണം സംബന്ധിച്ച വിഷയത്തിൽ രഹസ്യാന്വേഷണ വീഴ്ച ചർച്ച ചെയ്യേണ്ട സമയം ഇതല്ലെന്ന നിലപാടെടുത്ത കോൺഗ്രസ് MP ശശി തരൂരിനെ പുകഴ്ത്തി BJP നേതാക്കളും രംഗത്ത് വന്നത്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ശശി തരൂർ സ്വീകരിച്ച നിലപാട് VD സതീശനും MA ബേബിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും മാതൃകയാക്കാവുന്നതാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പ്രതികരിച്ചു. രാഷ്ട്രീയമല്ല, രാജ്യമാണ് പരമപ്രധാനം. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് വർഗീയതയുടെ ശബ്ദം ഒറ്റപ്പെടുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.